യുവമോർച്ച നേതാവായിരുന്ന സതീഷിന്റെ 19ാമത് ബലിദാന ദിനാചരണം കൊടുങ്ങല്ലൂരിൽ നടന്നു. ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് BJP പ്രവർത്തകർ പങ്കെടുത്ത റാലിയും നടന്നു. യുവമോർച്ച കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന സതീഷിനെ 2006 ജനുവരി 4-നാണ് CPM പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. 19 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്കാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ മൈതാനം സാക്ഷിയായത്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിയോടെയാണ് സതീഷ് ബലിദാന ദിനാചരണ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രസംഗത്തിലുടനീളം CPM-നെ കടന്നാക്രമിച്ച ശോഭാ സുരേന്ദ്രൻ പെരിയ കേസിൽ നേരിട്ട തിരിച്ചടി മറയ്ക്കാനാണ് മുഖ്യമന്ത്രി ഷർട്ട് വിവാദവുമായി എത്തിയതെന്ന് പറഞ്ഞു. കുഞ്ഞിരാമൻ ജയിലിൽ പോകാൻ തീരുമാനിച്ചപ്പോ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് ചർച്ച വഴിമാറ്റാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് ഇടണമോ വേണ്ടയോ? പിണറായി വിജയൻ എന്തിനാണ് സംസാരിക്കുന്നത്? നിങ്ങളല്ലേ ഒരു വിശ്വാസവുമില്ലാത്ത സ്ത്രീകളെ നിങ്ങളുടെ തന്നെ പോലീസ് അധികാരികളുടെ കുടക്കീഴില് ശബരിമല സന്നിധാനത്തേക്ക് നിങ്ങൾ അവരെ കൈപിടിച്ച് നടത്തിവിടാൻ പരിശ്രമിച്ച നിങ്ങൾക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് അഴിക്കണോ ഷർട്ട് ഇടണോ എന്ന് തീരുമാനിക്കാൻ ഇവിടെ തന്ത്രി സമൂഹമുണ്ട്. ഇവിടെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിന് വിഖ്യാതമായി പഠിക്കുകയും അറിവും പ്രാപ്തിയും നേടിയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ഇതിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെയോ അല്ലെങ്കിൽ അവിടുത്തെ ശിവഗിരിയിലെ സന്യാസിമാരെയോ പിന്നെ സുകുമാരൻ നായരെയോ പരസ്പരം ഒന്ന് അടിപ്പിക്കാനാണ് പിണറായി വിജയന്റെ തീരുമാനമെങ്കിൽ സ്വന്തം വീടിനകത്ത് അടി നടക്കാതെ അമേരിക്കയിൽ നടത്തിയിട്ടുള്ള ഡെപ്പോസിറ്റിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകള് വീണയും മകനും ഉണ്ടല്ലോ, ആ തർക്കം ഒന്ന് പരിഹരിച്ചാൽ മതി. അമ്പലക്കേസ് സംസാരിക്കാനും പരിഹരിക്കാനും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാനും നായാടി മുതൽ ഇപ്പോ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന നസ്രാണി വരെ ആരോടൊപ്പം ഉണ്ടാകും? കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാ പറഞ്ഞിരിക്കുന്നത്. ചടങ്ങിൽ BJP മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് AR ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. രാവിലെ മുതൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയാണ് ബലിദാന ദിനം ആചരിച്ചത്. ജനം, കൊച്ചി.